ഇന്ന് മാങ്ങ വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ഇത് നല്ലപോലെ കഴുകി ഒന്ന് നുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം. മാങ്ങ തൊലി കളയാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ. കയ്പുള്ള തൊലിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി അതിലൊന്ന് യോജിപ്പിച്ച് വരട്ടെ. മുളകൊക്കെ മാങ്ങയിലൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. വെന്തോ നോക്കാം നമുക്ക്. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകണ്ട. തൊലി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല മാങ്ങ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ കറി കുറുകിയാട്ടോ ഇരിക്കണ്ടേ, വെള്ളം പോലെ ആകരുത്. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം തിളവരുവോളം. ഇനി ആ മസാല എല്ലാം അതിൽ തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് പിടിച്ച് കറിക്കൊരു ടേസ്റ്റ് വരട്ടെ. 1 മിനിറ്റോളം നല്ലപോലെ ഇതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിക്ക് നല്ല കുറുക്കം കിട്ടാൻ ഇങ്ങനെ കറി തേങ്ങ തിളച്ച് വരുവോളം ഇളക്കി കൊടുത്താൽ നല്ലതാണ്. നല്ല കുറുക്കം കിട്ടും കറിക്ക്, തേങ്ങയൊന്നും പിരിഞ്ഞു പോകാതെ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വറവിടാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ നാടൻ കറിക്കൊക്കെ നല്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു നുള്ളു ഉലുവ കൂടി പോകണ്ട, കുറച്ച് മതി. 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 3 ഉണക്കമുളക് മുറിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം. മാങ്ങക്കറിക്കൊക്കെ കറിവേപ്പില നല്ലതാണ് കൂടുതൽ ചേർക്കുന്നത്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി കരിഞ്ഞു പോകണ്ട, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി മാങ്ങാക്കറി കേട്ടോ ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല പുളിയുള്ള മാങ്ങയേക്കാളും നല്ല പുളി കുറഞ്ഞ മാങ്ങ കേട്ടോ ഇതിന്.